തിരുവനന്തപുരത്ത് റിമാൻഡ് പ്രതി ഗുരുതരാവസ്ഥയിൽ ഐസിയുവിൽ. ബൈക്ക് മോഷണ കേസിൽ പിടിയിലായ കോട്ടയം സ്വദേശി ജിനുവിനെയാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പോലീസ് മർദ്ദിച്ചാണെന്നാണ് ജിനുവിന്റെ ആരോപണം. ആശുപത്രി അധികൃതരോടാണ് പ്രതി മർദ്ദന വിവരം പറഞ്ഞത്. അതേസമയം കോടതിയിൽ എത്തിക്കും മുൻപ് നടത്തിയ വൈദ്യപരിശോധന ഒന്നും കണ്ടെത്തിയിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഹരി മോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ഇപ്പോൾ റിമാൻഡ് പ്രതി എങ്ങനെ ഗുരുതരാവസ്ഥയിൽ എത്തിയെന്നാണ് മനസ്സിലാക്കാനാകുന്നത്? ഹരിമോഹൻ, എങ്ങനെയാണ് റിമാൻഡ് പ്രതി ഗുരുതരാവസ്ഥയിലായത്? പോലീസ് മർദ്ദനമാണോ? പ്രതി ഈ മാസം 11-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് ഒരു ബാറിന് മുന്നിൽ വെച്ചിരുന്ന ബൈക്ക് മോഷണം പോയത്. പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണം, CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ കോട്ടയം സ്വദേശി ജിനുവിന്റെ ഒരു സുഹൃത്തും കൂടി അറസ്റ്റിലാകുന്നത്. തുടർന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. പൂജപ്പുര ജയിലിലേക്ക് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റിമാൻഡിലാക്കി ഇവരെ മാറ്റിയത്. തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ശാരീരികാവസ്ഥ വളരെ മോശമായതിനെ തുടർന്നാണ് ജിനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് മസിലിന് ക്ഷതമുണ്ട്, വൃക്കകൾ തകരാറിലായി എന്നുള്ളതാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം. തുടർന്നാണ് ഈ ജിനു തന്നെ ആശുപത്രി അധികൃതരോട് പറഞ്ഞത് പോലീസ് തന്നെ മർദ്ദിച്ചതാണ് എന്നുള്ളത്. അതായത് ഈ ബൈക്ക് മോഷണ കേസിലെ പ്രതിയായിട്ടുള്ള ജിനുവിനെയും കൂട്ടാളിയെയും ഡാൻസ് ഓഫ് സംഘമാണ് പിടികൂടിയത്. ആ സമയത്ത് മർദ്ദനത്തിന് ഇരയായി എന്നുള്ളതാണ് ജിനു ആശുപത്രി അധികൃതരോട് പറഞ്ഞത്. തുടർന്ന് മജിസ്ട്രേറ്റ് അടക്കം എത്തിക്കൊണ്ട് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ആ കോടതിയിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് വൈദ്യപരിശോധന നടത്തിയിരുന്നു. പിന്നീട് തുടർന്ന് ജയിലിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് വൈദ്യപരിശോധന നടത്തിയിരുന്നു. ഈ 2 വൈദ്യപരിശോധനകളിലും ശാരീരികാവസ്ഥയിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി ജയിലിനകത്ത് വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു അന്വേഷണമാണ് നടത്തേണ്ടതെന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പിടികൂടുന്ന സമയത്ത് ജിനുവിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഒന്നുകിൽ പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് മറ്റു പ്രതികളുടെയോ അല്ലെങ്കിൽ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള മർദ്ദനമാകാം. വളരെ ഗൗരവമുള്ള വിഷയമാണ് റിമാൻഡ് പ്രതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. അതിൽ പോലീസാണോ ജയിലിൽ നിന്നാണോ ആ മർദ്ദനം സംഭവിച്ചതെന്നുള്ളതാണ് അറിയേണ്ടത്.